യുദ്ധം വരികയാണെന്ന് അറിഞ്ഞിട്ട് പോലും ആയത്തുള്ള അലി ഖമേനി എവിടേക്കും ഒളിച്ചോടിയില്ല. അവിടെ തന്നെ നിന്നു. ഒരു സ്പിരിച്വൽ ലീഡറെ സംബന്ധിച്ച് ഏറ്റവും വലിയത് അത് രക്തസാക്ഷിത്വമാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായി മാറിയിരിക്കുകയാണ് ആയത്തുള്ള അലി ഖമേനി. ആ പേര് ഇനി ചരിത്ര ലിപികളിലായിരിക്കും എഴുതപ്പെടുക. ഇത് ആയത്തുള്ള അലി ഖമേനി എന്ത് സമ്പാദിച്ചു, എന്ത് അവശേഷിപ്പിച്ചാണ് മടങ്ങുന്നത്, അദ്ദേഹം എന്ത് ഇറാനിൽ ബാക്കി വെച്ചാണ് മടങ്ങുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് പോലും പുറത്തിറങ്ങി വന്ന് നിൽക്കുകയാണ് ആ വിലാപയാത്രയിൽ പങ്കാളികളാവാൻ, ആ വിയോഗത്തിൽ സങ്കടപ്പെടാൻ ഒത്തുചേരുകയാണ് ഇറാനിലെ മനുഷ്യർ. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇറാനിൽ നിന്ന് കാണുന്നത്. ആയത്തുള്ള അലി ഖമേനി ഇനി ഇറാന്റെ പരമോന്നത നേതാവ് എന്ന ഒരൊറ്റ കാര്യത്തെ മാത്രമല്ല, ഇറാനെ സംബന്ധിച്ച് ഇറാനെ അതിജീവിപ്പിച്ച, ഇറാനെ ഇനി ഒരു പുറത്തു നിന്നൊരു ശത്രു വന്നാൽ ഒറ്റക്കെട്ടായി നിൽക്കണം, ഒറ്റക്കെട്ടായ ആ ശത്രുവിനെതിരെ പൊരുതണം എന്ന പാഠം പഠിപ്പിച്ചാണ് ആയത്തുള്ള അലി ഖമേനി വിടവാങ്ങുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. 40 വർഷക്കാലമാണ് ഇറാന്റെ പരമോന്നത നേതാവായി ആയത്തുള്ള അലി ഖമേനി ജീവിച്ചത്.